മലബാറിലെ ബിരിയാണിക്ക് രുചി കൂട്ടുന്ന കൈമ അരിയുടെ വില കുത്തനെ കൂടുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടെ 80 രൂപയിലധികമാണ് വർദ്ധിച്ചത്. ഉൽപാദനം കുറഞ്ഞതും കയറ്റുമതി വർദ്ധിച്ചതുമാണ് വില കുത്തനെ കൂടാൻ കാരണം. മലയാളികളുടെ പ്രത്യേകിച്ച് മലബാറുകാരുടെ ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷണ വിഭവമാണ് ബിരിയാണി. അതിനായി മലബാറുകാർ കൂടുതൽ ഉപയോഗിക്കുന്നത് സ്വാദിഷ്ടമായ കൈമ അരിയാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ 1 കിലോ അരിക്ക് 80-ലധികം രൂപയാണ് വർദ്ധിച്ചത്. പശ്ചിമബംഗാളിലെ പ്രകൃതിക്ഷോഭം കാരണം കൃഷി നശിച്ചതും കയറ്റുമതി വർദ്ധിച്ചതുമാണ് വില കുത്തനെ കൂടാൻ കാരണമായത്. ഒരു 2-3 വർഷമായിട്ട് കർഷകർക്ക് നേരിട്ടിരുന്ന പ്രതിസന്ധികൾ, ഇതിൻ്റെ വിപണനം സാധ്യത കുറവായിരുന്നു. അത് കഴിഞ്ഞ് അത് 1-2 പ്രാവശ്യം ഈ പ്രകൃതിക്ഷോഭങ്ങളാൽ അവർ കൃഷി നഷ്ടപ്പെടുകയും അത് കഴിഞ്ഞിട്ട് എക്സ്പോർട്ട് ബാൻ ചെയ്ത് കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് എക്സ്പോർട്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന അരി മുഴുവൻ എക്സ്പോർട്ട് പോവുകയും ഇവിടെ വളരെ ക്ഷാമം അനുഭവപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഇത്രയും വില ഉയരുന്നത്. 2 മാസത്തോടെ കൈമ ബിരിയാണി അരി പൂർണ്ണമായി വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. പ്രകൃതിക്ഷോഭത്തെ അതിജീവിച്ച് സാധാരണഗതിയിൽ കൃഷി ചെയ്താൽ തന്നെ 2028 ജനുവരിയോടെയാകും ഇനി കൈമ വിപണിയിൽ തിരിച്ചെത്തുക. മലയാളികളുടെ ബിരിയാണിയുടെ രുചിക്ക് കൈമയ്ക്ക് പകരമാകാൻ ബസ്മതി അരിക്ക് കഴിയുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. നമ്മൾക്ക് വന്നിട്ടുള്ള ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ മറ്റുള്ള അരികളുണ്ട്, ബാസ്മതിയുണ്ട്, കോലമുണ്ട്. ഇതുകൊണ്ടെല്ലാം ബിരിയാണി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ആ ഒരു കൈമയുടെ ആ ഒരു ക്വാളിറ്റി കിട്ടുമെന്ന് ചോദിച്ചാൽ ബാസ്മതി എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം അതിന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. കൈമ അരിയോടൊപ്പം വെളിച്ചെണ്ണയുടെയും വില വർദ്ധിച്ചതോടെ പല ഹോട്ടലുകളിലെയും ബിരിയാണിയുടെയും വില കുത്തനെ കൂട്ടിയിട്ടുണ്ട്. മീഡിയ 1 മലപ്പുറം.